പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ല. ഞാൻ പറയാൻ കാരണം, എൻ്റെ ഈ പബ്ലിക് മീഡിയ, എയർ പബ്ലിക് മീഡിയ എന്ന ഈ ചാനലിൽ ഞാൻ തുടങ്ങിയത് പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷക്കാലം ആയി എങ്കിൽ കൂടി ഞാനിതിലെ നിരന്തരമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് 1 വർഷത്തിന് മുമ്പാണ്. അതിനു മുമ്പ് ഞാൻ ഈ ചാനലിൽ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ കൂടി കൂടുതൽ നിരന്തരമായി അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ കൊറോണ കാലം മുതലാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു സമയത്ത് ഏകദേശം ഒരു 1.5 വർഷത്തിന് മുമ്പ് നമ്മുടെ നാട് കൊറോണ എന്ന ആ മഹാമാരി പിടിപെട്ട് നമ്മളിലെ ഭൂരിഭാഗം ആളുകൾക്കും കൊറോണ പിടിപെടുകയും, ഈ കൊറോണ പിടിപെട്ട് കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ മാസക്കണക്കിനൊക്കെ വീടുകളിൽ അടഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുകയും 15 ദിവസം 20 ദിവസമൊക്കെ വീട്ടിൽ ഇരുന്നാൽ മതി എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 1.5 വർഷം മുമ്പാണ് എനിക്കും കൊറോണ പിടിപെട്ടത്. അങ്ങനെ കൊറോണ പിടിപെട്ട് വീട്ടിലിരിക്കുമ്പോൾ 20 ദിവസമൊക്കെ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളൊക്കെ പുറത്തിറങ്ങി പബ്ലിക്കുമായി ഇടപഴകി ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ വെളിയിൽ പുറത്തു പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള ആളുകൾ വീട്ടിനുള്ളിൽ അടഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ, ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ, യുവാക്കളും അതുപോലെ തന്നെ മധ്യവയസ്കരും പ്രായമായ ആളുകളൊക്കെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ കുറേ ദിവസങ്ങളൊക്കെ മാസക്കണക്കിനൊക്കെ വീടിൽ അടഞ്ഞിരിക്കേണ്ട ഈ സാഹചര്യത്തിൽ ടൈം പാസ് ചെയ്യുന്നതിന് വേണ്ടി പല ആളുകളും യൂട്യൂബിൽ ചാനൽ തുടങ്ങുകയുണ്ടായി. എന്നാൽ ഞാൻ കൊറോണ കാലഘട്ടത്തിലല്ല ഞാൻ ചാനൽ തുടങ്ങിയത്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു, ഏകദേശം 3 വർഷത്തിന് മുമ്പാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഞാൻ ചാനൽ തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, പല കാര്യങ്ങൾക്കും, പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും പള്ളി ഭാരവാഹിത്വവുമൊക്കെ ഉള്ള ഒരു സമയത്ത് പലപ്പോഴും പബ്ലിക്കിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുകൂടി. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഈ സഭാകമ്പം മൂലം 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന കാലം. എങ്ങനെയെങ്കിലും പ്രസംഗം പരിശീലിക്കണം, ഈ സഭാകമ്പത്തിനെ നമ്മളിൽ നിന്ന് എങ്ങനെയെങ്കിലും ആട്ടി ഓടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ പ്രസംഗ പരിശീലനത്തിനുള്ള പല സെൻറ്ററുകൾ കാണാൻ സാധിക്കുകയും, അങ്ങനെയുള്ള ഒരു സെൻറ്ററിൽ ഞാൻ കുറച്ച് നാൾ പോയി പ്രസംഗം പരിശീലിക്കുകയും, അതും കൂടുതലും വാട്സപ്പിലൂടെയൊക്കെയാണ് അന്ന് പ്രസംഗ പരിശീലനം ഉണ്ടായിരുന്നത്. വാട്സപ്പിലൂടെയും നേരിട്ടുമൊക്കെ പ്രസംഗ പരിശീലനത്തിൽ ഏർപ്പെട്ട് ഇപ്പോൾ അത്യാവശ്യം നിങ്ങളുടെയൊക്കെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാനുള്ള ഒരു ആത്മധൈര്യം നേടുകയും, ഞാൻ ഈ അനുഭവപ്പെട്ടിരുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരുന്ന പോലെ പല ആളുകളും ഇന്ന് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 3 വർഷത്തിന് മുമ്പ് അങ്ങനെ തുടങ്ങിയെങ്കിൽ കൂടി സമയക്കുറവ് മൂലം കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ കൊറോണ പിടിപെട്ട് ഞാനും ഏകദേശം ഒരു 20 ദിവസം വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാതെ കഴിഞ്ഞുകൂടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനും എൻ്റെ ചാനൽ പൊടിതെട്ടിയെടുക്കുകയും, കൂടുതൽ ഈ യൂട്യൂബ് ചാനലിൽ നിന്നും പല ആളുകളും വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും, എന്തുകൊണ്ട് തനിക്കും അത് സാധിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും യൂട്യൂബിൽ നിന്നും കുറച്ച് പണം സമ്പാദിക്കാൻ എങ്ങനെയാണ് എന്നൊക്കെ മറ്റുള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങുകയും, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും, ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ, അതായത് എങ്ങനെ ചെയ്താലാണ് നമുക്ക് യൂട്യൂബിൽ കൂടുതൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകൾ വരിക എന്നതും, വ്യൂസ് കൂടുതൽ വരിക എന്നും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വരിക എന്നുമൊക്കെ, അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പല വീഡിയോസും, യൂട്യൂബിൽ തന്നെ പല വീഡിയോസും അതുമായി ബന്ധപ്പെട്ടുള്ള ചാനലൊക്കെ തിരഞ്ഞ് പിടിച്ച് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി. അങ്ങനെ അതുമായി മുന്നോട്ട് പോയപ്പോൾ ആ യൂട്യൂബേഴ്സ്, വലിയ യൂട്യൂബേഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞത്, അവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതൊക്കെ മനസ്സിലാക്കി അതേ രീതിയിൽ ഞാനും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയതായി ഒരു ചാനൽ തുടങ്ങിയാൽ യൂട്യൂബ് നമ്മളെ അംഗീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ,
അതിനൊരു ക്രൈറ്റീരിയ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ഉണ്ടെങ്കിൽ മാത്രമേ, 4000 പബ്ലിക് വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക. മോണിറ്റൈസേഷൻ ആയാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഏണിങ്സ് കിട്ടാൻ തുടങ്ങുക. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനലിൽ 200 സബ്സ്ക്രൈബർ, 300 സബ്സ്ക്രൈബർ, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്ത് ഇത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ കാണണം, എൻ്റെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കളിലേക്കും ബന്ധുമിത്രാദികളിലേക്കുമൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് സെൻഡ് ചെയ്യുകയും, ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തു. കൂടുതൽ ആളുകളും നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടി ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും അവർ തുനിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാലും നിങ്ങളുടെയൊക്കെ എൻ്റെ ഇപ്പോൾ ഈ ചാനലിൽ എനിക്ക് 36,500 പരം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലുണ്ട്. അതൊന്നും എൻ്റെ മാത്രം കഴിവല്ല, നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞിട്ടുള്ള സഹായവും നിങ്ങളുടെയൊക്കെ സ്നേഹവും തന്നെയാണ് എൻ്റെ ചാനൽ ഏകദേശം 1.5 വർഷം കൊണ്ട് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും, അതുപോലെ തന്നെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ അതിലൊക്കെ വ്യൂസ് വരികയും അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടുകയും ഇപ്പോൾ എൻ്റെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസം മാസം അത്യാവശ്യം ഒരു ചെറിയ ഏണിങ്സും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതുവരെയും ഞാൻ പ്രസംഗ പരിശീലനത്തിൽ തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറഞ്ഞു, ഇത് 200ാമത്തെ വീഡിയോ ആണ്, എൻ്റെ ചാനലിലെ 200ാമത്തെ വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സന്തോഷം, എൻ്റെ നന്ദിയും അറിയിക്കുകയാണ്. ഇത്രയും വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനും, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കാണുവാനും, കണ്ട ആളുകളൊക്കെ കുറേ ആളുകളൊക്കെ അത് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒക്കെ കാണിച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ കൂടുതൽ നിങ്ങളിൽ നിന്നും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കുറച്ച് വീഡിയോസ് ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായി വരുന്ന ആളുകൾക്ക് അവർ വീഡിയോസ് പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ കണ്ടുപിടിച്ച് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൽ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും ഒക്കെ വരണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നും, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, തംബ്നെയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഭൂരിഭാഗം ആളുകൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അറിയാത്തവരായി ഉണ്ടാകാം. അവരും മറ്റു വീഡിയോസ് എല്ലാം കണ്ട് തീർച്ചയായിട്ടും അവരും എല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന വീഡിയോസ് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്യുക എന്ന് ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും ഞാൻ നിങ്ങൾക്ക് എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ഏകദേശം 40,000-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് വന്നതിനും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ അതിനെ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കും പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇനി വരുന്ന എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുവാനും നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുവാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.